ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ നമ്മുടെ 5ാമത്തെ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നന്നാവാൻ ഒന്നാവാം എന്നുള്ളതാണ്. അല്ല, ഫസ്റ്റ് ചാപ്റ്റർ വിരുന്നൊരുക്കാം എന്നുള്ള ചാപ്റ്ററാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്. നമുക്ക് വല്ല ഫസ്റ്റ് പാഠം പാവയൂണും 2ാമത്തെ പാഠം ചോദ്യവും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരെ തീർച്ചയായും കാണുക. അപ്പോൾ ക്ലാസ്സുകൾ കുറച്ച് ഡിലേ ആവുന്നുണ്ട്, അറിയാം കേട്ടോ. കുറച്ച് വൈകിപ്പോയി നമ്മളിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ടും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ വൈകാതെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും സബ്ജക്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ 3ാമത്തെ പാഠമായ കള്ളമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. കള്ളം എന്നുള്ള പാഠമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ അതൊരു കവിതയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കവിത ഒരു വട്ടം വായിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഭാഷ എന്ന് പറയുന്നത് എന്താണ്? അതെ, നമ്മൾ സംസാരിക്കുന്ന ഒരു രീതിയെല്ലാം നമ്മൾ ശരിയായിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അത് മറ്റുള്ളവരെ ഒരുപാട് വേദനിപ്പിക്കും. അതായത് എന്താണ്, ഒരു ഡയലോഗ് ഉണ്ട് അല്ലേ, വാവിട്ട വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. ഒരു മൂവി ഡയലോഗാണ് അല്ലേ. എന്താണ്, കൈവിട്ട ആയുധവും വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള മൂവി ഡയലോഗ് പോലെയാണ്. എന്താ പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും എന്തും സംസാരിക്കാന്ന് കരുതരുത്. കാരണം നമ്മൾ സംസാരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ വളരെ തമാശപൂർവ്വമായിരിക്കും സംസാരിക്കും. പക്ഷെ നമ്മുടെ തമാശകൾ അല്ലെങ്കിൽ തമാശ ആയിക്കോട്ടെ എന്താണെങ്കിലും അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആവരുത് അല്ലെ. അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മുടെ സംസാരം വഴിമാറി പോവരുത്. അപ്പൊ അത് നമുക്ക് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കവിതയാണ് ഈ കള്ളം എന്നുള്ളത് കേട്ടോ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം. ഒരു കവിതയുടെ ഒരു രീതിയൊന്നും അല്ല, നോർമൽ ആയിട്ടുള്ള ഒരു നമ്മൾ സെന്റൻസുകൾ തന്നെയാണ്. ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു കവിത തന്നെയാണ് ഇത്. അപ്പൊ നമ്മുടെ കവിതയുടെ പേര് കള്ളം. റീഡ് ചെയ്യാം ആദ്യം. കള്ളം പറയണം, കള്ളം പറയാൻ നമ്മൾ പഠിക്കണം. കൊതിയോട് കഴിക്കാൻ വെച്ച മധുരം കൂടെപ്പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. എന്താണ്? അതെ, കള്ളം പറയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? ഒരാളുണ്ടാവില്ല. എന്തെങ്കിലും ഒരു രീതിയിൽ ചെറിയൊരു രീതിയിലെങ്കിലും കള്ളം പറഞ്ഞ ആൾക്കാരായിരിക്കും 99% ആൾക്കാർ ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറയണത്, കള്ളം പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായും പഠിക്കണം. കാരണം എന്താ ഇവിടെ പറയണത്, അതെ, നമ്മളെ കൊതിയോടെ ഇപ്പൊ കഴിക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് കൊതിയോടെ വെച്ചിട്ടുള്ള നമ്മുടെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു വിഭവം, എന്തെങ്കിലും മധുരം ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിക്കാൻ വെച്ചൊരു സാധനം നമ്മുടെ കൂടപ്പിറപ്പ് വെച്ച് നമ്മുടെ ചേട്ടനോ ചേച്ചിയോ നമ്മുടെ സഹോദരങ്ങൾ, ഓക്കെ, ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ വന്നിട്ട് നിനക്ക് വേണോ, ഞാൻ അത് കഴിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട, നീ എടുത്തോ എന്ന് പറയാൻ അത് എന്തൊരു കള്ളമാണല്ലേ. കാരണം നമുക്ക് വേണം അത്. പക്ഷെ അവർ ചോദിച്ചില്ലേ, ഇപ്പൊ നമ്മൾ കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, എനിക്ക് വേണ്ട, നീ എടുത്തോ പറയും. അപ്പൊ അതൊരു കള്ളമാണ് അല്ലേ. അപ്പൊ അങ്ങനെ പറയാൻ നമ്മൾ പഠിക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, കള്ളം പറഞ്ഞു പഠിക്കുക അല്ലെങ്കിൽ എല്ലാ തെറ്റുകളും ചെയ്യുന്നല്ല. അതെന്താണ്, ആ ഒരു കരുതലാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ടവരോടുള്ള ഒരു സ്നേഹമാണ് അല്ലെ, ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കരുതലാണ് അവിടെ പറയണത് കള്ളത്തിന്റെ രൂപത്തില്. അടുത്തത് നോക്കൂ. സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. അതായത് നമ്മൾ അത്രയും നമുക്ക് സ്നേഹമുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോൾ അവർ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കും. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവും, എന്തോ അവർക്ക് ഒരു മനസ്സിലായിട്ട് ചോദിക്കും, നിനക്ക് ഞാൻ പറഞ്ഞെന്തെങ്കിലും വിഷമമായോ ചോദിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമമായിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ നമ്മൾ എന്ത് പറയും, ഇല്ല വിഷമമായില്ല എന്ന് പറയും. അങ്ങനെ പറയാൻ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നുണ്ടാ. അതായത് അങ്ങനെ പറയുന്നവരാണ് കൂടുതൽ അല്ലെ. അതൊരു കള്ളമാണ് അല്ലെ. നമുക്ക് റിയൽ ആയിട്ട് നമുക്ക് വിഷമമായാൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ഇല്ലെന്ന് പറയും. കാരണം നമ്മുടെ കൂടെയുള്ള നമ്മളെ സ്നേഹിക്കുന്നവരെ വിഷമിക്കരുത് എന്ന് കരുതിയിട്ട്. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം. പിന്നെ എന്താ, നമുക്ക് ഒരുപാട് തിരക്കുള്ള സമയമാണെങ്കിലും നമുക്ക് അത്രയും ഇഷ്ടമുള്ളവർ നമ്മളെ കോൾ ചെയ്തിട്ട് നമ്മളെ വിളിച്ചിട്ട് നിനക്ക് തിരക്കാണോ കാണാം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല എനിക്ക് തിരക്കൊന്നും ഇല്ല എന്ന് പറയാൻ പഠിക്കണം. എന്ന് പറയുന്നത് ഇല്ല, നമ്മൾ എനിക്ക് തിരക്കാണോ പറയാൻ നമ്മൾ എന്താവും, നമ്മൾ അവരെ അവഗണിക്കുന്ന പോലെ ആവില്ലേ. അപ്പൊ അങ്ങനെ പറയാൻ പഠിക്കണം എന്ന് പറയുകയാണ്. അടുത്തത്, മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വന്നിയാൽ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കള്ളം പറയണം. എന്താണ് മനസ്സിൽ തിരയടിക്കുമ്പോൾ പറഞ്ഞാൽ, നമ്മൾ അത്രത്തോളം വിഷമത്തിൽ സങ്കടത്തിലായിരിക്കും, നമ്മൾക്ക് അത്രത്തോളം വിഷമങ്ങൾ ഉണ്ടാവും. എന്നാലും ആരെങ്കിലും വന്ന് നമ്മുടെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ സുഖമാണ് അതെ എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. ശരിക്കും അവിടെ സുഖമായിരിക്കുമോ? അല്ല അല്ലെ. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്നാലും നമ്മൾ എന്താ പറയാ, സുഖമാണെന്ന് പറയും. അതൊരു കള്ളമല്ലേ അല്ലേ. അടുത്തത്, എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മറക്കരുത്. ഇത്രയും കള്ളങ്ങൾ പറഞ്ഞാലും
ആ ദിവസം കഴിഞ്ഞു പോയിട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഒരു സത്യം നമ്മൾ തീർച്ചയായിട്ടും പറയണം. എന്താ? എന്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്നത്. അതായത് ഈ പറഞ്ഞ കള്ളങ്ങളെല്ലാം നമ്മൾ ആ വേദനകൾ സഹിച്ചിട്ടാണ് നമ്മൾ നുണയാണ് പറയുന്നത് അല്ലേ? എനിക്ക് സങ്കടമില്ല, വിഷമമില്ല, അപ്പൊ ആ വേദനകളൊക്കെ ഞാൻ എന്ത് ചെയ്തു? അതിജീവിച്ചു എന്നും പറയാം. ആ ഒരു സത്യം തീർച്ചയായിട്ടും പറയണം എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇതെന്താ? അത് നിറമുള്ള അക്ഷരങ്ങൾ എന്നുള്ള എടുത്തുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എഴുതിയ കവയിത്രി ആരാണ്? ഷിഫാന ഷെറിയാണ്. അപ്പൊ നമുക്ക് ഇനി പാഠത്തിലെ ചോദ്യങ്ങളിലോട്ട് പോകാം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിലൊന്നും ഇല്ല അല്ലെ? കവിത വായനക്കാർക്ക് നമുക്ക് ഒരു തവണ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കളിയായും പൊളി പറയരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പൊളി എന്നാൽ കള്ളം. കള്ളം പറയുന്നത് ശരിയാണോ? അപ്പൊ നമ്മൾ ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ, കളിയായും പൊളി പറയരുത് എന്ന് വെച്ചാൽ തമാശക്കാണെങ്കിൽ പോലും നുണ പറയാൻ പാടില്ല, ഒരു പഴഞ്ചൊല്ലാണ്. അപ്പോ ശരിക്കും കള്ളം പറയുന്നത് ശരിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത്. തെറ്റ് തന്നെയാണ് അല്ലെ? കള്ളം പറയുന്നത് തെറ്റ് തന്നെയാണ്. കളിയായും പൊളി പറയരുത് എന്ന പഴഞ്ചൊല്ലി കള്ളം പറയുന്നതിന്റെ ദോഷഫലങ്ങളാണ് വ്യക്തമാക്കുന്നത്. കവിതയിൽ പറയുന്ന പോലെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ പറയുന്ന കള്ളങ്ങൾ ചിലർ ശരിയായി കണക്കാക്കാറുണ്ട്. കാരണം അവരെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി പറയുന്നത് ചിലർ എന്താ പറയുന്നത് ശരിയാണ്, അത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും പൊതുവായിട്ട് പറയുകയാണെങ്കിൽ കള്ളം പറയുന്നത് ശരിയാണോ? അല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെ കള്ളം നമ്മൾ പറയരുത്. എന്താണ് പറയാനുള്ള കാര്യങ്ങൾ ശരിയാണെങ്കിൽ ധൈര്യപൂർവ്വം പറയുക. അല്ലാതെ എന്തെങ്കിലും മറ്റു പല കാരണങ്ങൾ കൊണ്ട് കള്ളം പറഞ്ഞാൽ ഒരിക്കലും ആ കള്ളം നിലനിൽക്കില്ല. അത് ഒരു നാൾ അത് കള്ളം എന്താണ് പൊട്ടിപ്പോവുക തന്നെ ചെയ്യും. അതൊരിക്കലും സത്യം തന്നെയാണ് എന്നും എപ്പോഴും മുന്നിൽ നിൽക്കുള്ളൂ. അപ്പൊ ഒരിക്കലും കള്ളം പറയരുത്. എന്തിനു വേണ്ടി ആയിക്കോട്ടെ, ഒരിക്കലും കള്ളം പറഞ്ഞ് ശീലിക്കരുത്. അടുത്തത്, കവിതയിൽ നുണ പറഞ്ഞിടത്തെല്ലാം നേരാണ് പറഞ്ഞതെങ്കിലോ? അതായത് കവിതയിൽ നുണ നമ്മുടെ ബ്രദറോ സിസ്റ്ററോ ഒക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇത് ഞാൻ എടുത്തോട്ടെ, ഇത് എനിക്ക് വേണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് വേണം, അത് നീ എടുക്കണ്ട, എനിക്ക് വേണം എന്ന് പറഞ്ഞാലോ എന്താവും? അത് നമുക്ക് അവർ ഇഷ്ടമല്ലാതെ പോലെയാവും അല്ലേ? അതുപോലെ നിനക്ക് തിരക്കാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല തിരക്കാണ്, നമ്മൾ അഹങ്കാരിയായി മാറും അല്ലേ? അപ്പൊ അതാണ് ചോദ്യം. കവിതയിൽ നുണ പറഞ്ഞിടത്തെല്ലാം നേരാണ് പറഞ്ഞതെങ്കിൽ കവിതയുടെ ആശയം തന്നെ ഇല്ലാതാവും. കവിതയിൽ സത്യം പറഞ്ഞാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ സ്നേഹബന്ധം ഇല്ലാതാവാനോ കാരണമായേക്കാം. ഈ കള്ളങ്ങൾ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഭാഗമാണ്. അവിടെ സത്യം പറയുമ്പോൾ അത് സ്വാർത്ഥതയോ അഹങ്കാരമായോ വ്യാഖ്യാനിക്കപ്പെടാം. നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളവര്, നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്നവര് നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് അവരോട് സ്നേഹമില്ല, നമ്മൾ അവരെ അവഗണിക്കണു, നമുക്ക് അഹങ്കാരമായി മാറി എന്ന് തെറ്റിദ്ധരിക്കപ്പെടാം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കവി പറഞ്ഞതുപോലെ ഈ ചിത്രത്തിലെ ചെടി പറയാനിടയുള്ള കള്ളങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇവിടെ ചിത്രം നോക്കുക. നല്ല ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ, അതിന് ചോട്ടിൽ നിൽക്കുന്ന ചെടി ഫുള്ള് പുഴുവും ഉറുമ്പൊക്കെ കടിച്ച് തിന്നുകയാണ് അല്ലേ? അപ്പൊ എന്തൊക്കെയായിരിക്കും ഇവിടെ പറയാനുള്ള കള്ളങ്ങൾ? എന്തൊക്കെയായിരിക്കും ചെടി പറയാനുള്ളത്? എനിക്ക് വേദനിച്ചില്ല, ഞാൻ ആരോഗ്യവാനാണ്, തന്റെ ഇലകൾ ഇല്ലാതാവുന്നതിൽ ഒരു സങ്കടവും ഇല്ല, അങ്ങനെയുള്ള കള്ളങ്ങൾ ഈ ചെടി പറയാൻ സാധ്യതയുള്ളതാണ്. ഇനിയും ഉണ്ട് കേട്ടോ, ഇനിയും കള്ളങ്ങൾ നമുക്ക് എഴുതി ചേർക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ പാഠം. കള്ളം എന്നുള്ള പാഠം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.